ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. ഇന്ന് നമ്മൾ ജോമെട്രി ആൻഡ് അൾജിബ്രയിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഇൻ ദ ഫിഗർ എന്താ 0,6 ആൻഡ് 8,0 ആർ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് എ ആൻഡ് ബി അല്ലെ. ഇത് അവിടെ തന്നല്ലോ. എന്റെ കോർഡിനേറ്റ് എന്താണ്? 0,6 ആണ്. ബിന്റെ കോർഡിനേറ്റ് എന്താണ്? 8,0 ആണ് അല്ലെ. ഓക്കെ, എ സർക്കിൾ ഓഫ് ഡയമീറ്റർ എ ബി ആസ് ടു ബി ഡ്രോൺ. അതായത് എ ബി ഡയമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നുണ്ടാവും എ ബി ഡയമീറ്റർ ആയിട്ട്. ഓക്കെ, റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ എന്താടാ? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് കാണാനാണ് എന്ത് ചെയ്തത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് കാണാനാണ് അല്ലെ. സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞത്. ഇന്ന് നമുക്കൊന്ന് മലയാളം നോക്കിയാലോ. എന്താണ്? ചിത്രത്തിൽ എ ബി എന്നീ ബിന്ദുക്കൾ സൂചസംഖ്യകളാണ് അല്ലെ. ഓക്കെ, സൂചസംഖ്യകൾ തന്നിട്ടുണ്ട്. 0,6, 8,6. എ ബി എന്നീ വരകൾ വ്യാസമായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ചോദ്യം എന്താടാ? വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചകസംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ എന്ത് വൃത്തം വരയ്ക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ കാണാനാണ് പറഞ്ഞത്. ബി ക്വസ്റ്റ്യൻ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കുക. സി ക്വസ്റ്റ്യൻ വൃത്തത്തിന്റെ സമവാക്യം എഴുതുക അല്ലെ. ഓക്കെ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കൂടെ നിൽക്കണേ. റെഡി ആണല്ലോ? എന്നാൽ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞതാ എ ക്വസ്റ്റ്യൻ? എന്താ? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ അല്ലെ. വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ കാണാനാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിന്റെ കേന്ദ്രം ഇതല്ലേ, സെന്റർ. അവിടുത്തെ കോർഡിനേറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? നടക്കോ? അതന്നെ എന്ത് ചെയ്താൽ മതി? എടാ, ഇത് രണ്ടിൽ ഇത് വ്യാസാക്കിയിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത് മക്കളെ. ഇത് വ്യാസാക്കിയിട്ടല്ല നമ്മൾ വരയ്ക്കുന്നത്. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടാ പോരെ, അതിന്റെ മധ്യബിന്ദു കണ്ടാ പോരെ. ആടാ 8,0 0,6 മധ്യബിന്ദു മിഡ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? അതെന്തേക്കും? ഈ വൃത്തത്തിന്റെ സെന്റർ ആയിരിക്കും. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് ഒന്ന് കണ്ടോക്കടാ. മിഡ് പോയിന്റ് ഏതൊക്കെയാണ്? ഇതാ ഈ 0,6 അല്ലെ, 0,6ഉം പിന്നെന്താടാ ഏതൊക്കെ 0,6ഉം പിന്നെ 8,0 അല്ലേ. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി മക്കളെ. റെഡി അല്ലടാ? ഇതിന്റെ മിഡ് പോയിന്റ് കാണാം, മധ്യബിന്ദു കാണാം. എന്താ ചെയ്യാ? ഇത് രണ്ടും കൂട്ടുക /2. എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ കൂട്ടുക /2, വൈ കോർഡിനേറ്റുകൾ തമ്മിൽ കൂട്ടുക /2. അത്രയുള്ള നല്ല എക്സ് കോർഡിനേറ്റ് ഞാൻ ഒന്ന് കൂട്ടട്ടെ. എന്താണ്? 0 + 8/2 കോമ പിന്നെന്താണ്? 6 + 0/2 അല്ലെ. 0 8ഉം കൂട്ടിയാല് 8, 8ന്റെ പകുതി 4, അത്രേ ഉള്ളൂ. 6ഉം 0 കൂട്ടിയാല് 6, 6ന്റെ പകുതി 3, 4,3. ഇതാണെന്ത് സർക്കിളിന്റെ സെന്റർ അല്ലെ. സർക്കിളിന്റെ സെന്റർ ആണെന്ത്? 4,3 അല്ലെ. 4,3 എന്താണ്? സർക്കിളിന്റെ വൃത്തത്തിന്റെ എന്താണ്? കേന്ദ്രമാണ്. ഓക്കെ മക്കളെ, റെഡി ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാൻ അതിനെയാണ് എന്താ കാട്ടുക? ഈ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതാ ഈ സെന്ററിൽ നിന്നില്ലേ, ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം കണ്ടാ പോരടാ. ഇത് ഇങ്ങോട്ടുള്ള അകലം കണ്ടാ പോരെ. രണ്ട് കോർഡിനേറ്റുകളുണ്ട്. അപ്പൊ ആ രണ്ട് സൂചക സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? റേഡിയസ് കിട്ടൂലേ. അപ്പൊ ഏതൊക്കെ പോയിന്റ്? ബി ചോദ്യം കേട്ടോ ചെയ്യുന്നത്. ഇത് എ ക്വസ്റ്റ്യൻ, ഇത് ബി ക്വസ്റ്റ്യൻ മക്കളെ. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4,3ഉം പിന്നെ എന്താടാ 8,0. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങോട്ട് കണ്ടുപിടിച്ചാ പോരെ. അപ്പൊ എന്തൊരു ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? D = √എന്താ x2 - x1 2 പ്ലസ് എന്തുവരും y2 - y1 2 അല്ലെ. അപ്പൊ x1 ഇവനാണ്, y1 ഇവനാണ് അല്ലെ, x2 ഇവനാണ്, y2 ഇവനാണ്. ഇത് നേരെ കൊടുത്താ പോരെ. അപ്പൊ എന്തുവരും? റൂട്ട് എന്തുവരും? x2 - x1 എന്തുവരും? 8 - 4 2 പ്ലസ് y2 - y1 2 അല്ലെ, 0 - 3 2 അല്ലെ. അപ്പൊ 8ന്ന് 4 കുറച്ച് എന്താടാ? 8 4 കുറച്ചാല് 4 അല്ലെ. 4 2 പ്ലസ് 0 - 3 എന്ന് പറഞ്ഞാൽ -3 ആണ് അല്ലെ.
-3 സ്ക്വയർ. ഓക്കെ, റെഡിയാണ്. അപ്പൊ 4ന്റെ സ്ക്വയർ എന്താണ്? 16 ആണ്. 3ന്റെ സ്ക്വയർ എന്താണ്? 9 ആണ്. 16 9 കൂട്ടിക്കഴിഞ്ഞാൽ √25 ആണ് അല്ലെ. 25 റൂട്ട് നമുക്ക് അറിയാലോ മക്കൾ. എന്താടാ അപ്പൊ റേഡിയസ് എന്ത് വരും? 5 യൂണിറ്റ് ആൻസർ. ഓക്കെ, റെഡിയാണ്. 5 ആണ് എന്ത്? നമ്മളെ വൃത്തത്തിന്റെ ആരം വരിക. സെറ്റ്. ഓക്കെ, റെഡി. ഇനി എന്താരോ, ഇനി നമുക്ക് എന്താ കാണാനുള്ളതാ? ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ അല്ലേ കാണാനുള്ളത്? സി ക്വസ്റ്റ്യൻ കുട്ടികളെ അങ്ങ് നോക്കണേ. സി ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? ഈ വൃത്തത്തിന്റെ എന്ത് കാണാൻ പറഞ്ഞത്? സമവാക്യം കാണാനാ പറഞ്ഞത് അല്ലെ? സമവാക്യം. അപ്പൊ ഈ ഇതെന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ സമവാക്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ സമവാക്യം കാണാൻ. വൃത്തത്തിന്റെ സമവാക്യം എന്താ? ഒരു വൃത്തത്തിന്റെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടാൻ എനിക്ക് 2 സാധനങ്ങൾ വേണം അല്ലെ? ഏതൊക്കെ? ഒന്ന് എന്ത് വേണം? ആ സർക്കിളിന്റെ റേഡിയസ് വേണം. ഒന്ന് ആ സർക്കിളിന്റെ സെന്റർ വേണം. അത് രണ്ടും ഇവിടെ ഉണ്ടല്ലോ. ആരെ കാണാ? റേഡിയസ് ആരാ? റേഡിയസ് ആരാണ്? റേഡിയസ് എന്താണ്? 5 യൂണിറ്റ് ആണ് അല്ലെ? സർക്കിളിന്റെ സെന്റർ എന്താണ്? ഇതാ ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഇതാണല്ലോ സർക്കിളിന്റെ വൃത്തത്തിന്റെ കേന്ദ്രം. എത്രടാ? 4,3 അല്ലടാ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ അറിയോ നിങ്ങൾക്ക്? സർക്കിളിന്റെ സെന്റർ x1, y1 ആണെങ്കിൽ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? അവിടെ ഇതിന്റെ ഇക്വേഷൻ ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം കേട്ടോ. അപ്പൊ എന്ത് വരും? ഈ വൃത്തത്തിന്റെ സെന്റർ x1, y1, വൃത്തത്തിന്റെ കേന്ദ്രം x1, y1 ആണെങ്കിൽ വൃത്തത്തിന്റെ സമവാക്യം ഇതാണടാ. x minus x1 whole square plus y minus y1 whole square equal to r square. ഇതാണെന്ത്? വൃത്തത്തിന്റെ സമവാക്യം. ഓക്കെ, അപ്പൊ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ എന്താണ്? x1, y1 ആണ്. ഇതാണെന്ത്? ഇത് x1, ഇത് y1. നമുക്ക് നേരെ കൊടുത്താലോ? ഇതാണ് സമവാക്യം അല്ലെ? എന്ത് വരടാ? x minus x1 എന്താ? x minus x1 4 അല്ലെ? x minus x1 whole square plus എന്ത് വരും? y minus y1 3 whole square equal to r square. r എന്താ? ആരം 5 സ്ക്വയർ. ഒറ്റ സ്റ്റെപ്പും കൂടി ചെയ്താൽ പരിപാടി കഴിഞ്ഞ്. എന്താകും? x minus 4 whole square plus y minus 3 whole square equal to 25 is the answer. ഇത്രയേ ഉള്ളൂ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പണിയുമില്ല. ഓക്കെ മക്കളെ, റെഡി അല്ലടാ? ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഇതേപോലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.